ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തൻ, ഭാഗം 1944. ഇന്ന് ഏപ്രിൽ മാസം 27-ാം തീയതി, 117-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. അതും ഈസ്റ്ററിനെ തുടർന്നു വരുന്ന ഞായർ. സുറിയാനി സഭ വിശ്വാസികൾ പുതുഞായറെന്നാണ് ഇതിനെ വരവേൽക്കുന്നത്. തോമാസ് ശ്ലീഹായെ കുറെ കൂടി ആദരിക്കേണ്ട, അനുസ്മരിക്കേണ്ട, ഓർത്തെടുക്കേണ്ട ഒരു ദിനവും കൂടിയാണ്. തോമാസ് ശ്ലീഹായെ നമ്മുടെ കർത്താവ് വീണ്ടും വീണ്ടെടുക്കുകയാണ്. ആരാണ് വീണുപോകാത്തത്? എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ വീണുപോകുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ വീഴ്ചയെ ആരും പരിഹസിക്കാറില്ല, കളിയാക്കാറില്ല, ശാസിക്കാറും ശിക്ഷിക്കാറില്ല. കുറെ കൂടി ശ്രദ്ധിക്കുകയോ ആര്? മുതിർന്നവർ. കാരണം അവർ കുഞ്ഞുങ്ങളാണ്. മുതിർന്നവരുടെ വീഴ്ച അങ്ങനെയല്ല. അത് മിക്കവാറും പരിഹസിക്കപ്പെടും. വല്ലാതെ അവർ ലജ്ജിതരാകും. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒക്കെ എങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നു, എങ്ങനെയൊക്കെ വേർതിരിച്ചെടുക്കുന്നു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ മുതിർന്ന ഒരാളാണ്, കുറെയെങ്കിലും പക്വത പ്രാപിച്ച ഒരാളാണ്. അതോ ഞാനിപ്പോഴും ശൈശവ ദിശയിൽ തന്നെയാണ്? അതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. എന്തായാലും തോമാസ് ശ്ലീഹായ്ക്ക് വലിയൊരു ഇടർച്ച സംഭവിച്ചു എന്നൊരു തോന്നലുണ്ട് എല്ലാവർക്കും. ഒന്നുമില്ല കേട്ടോ. അതൊരു സ്നേഹത്തിന്റെ അഗാധമായ, ആഴമളക്കാനാവാത്തൊരു സ്നേഹത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു സാഠ്യമാണ്. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മളും ഈ സാഠ്യം പ്രകടിപ്പിക്കുന്നവരാണ്. ഈ സാഠ്യം പ്രകടിപ്പിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നവരാണ്. നമ്മളിങ്ങനെ നിരന്തരം ഈ സ്നേഹശാഠ്യം മുഴക്കുന്നവരാകുമ്പോഴും നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വന്നിങ്ങനെ സ്നേഹശാഠ്യം കാണിച്ചാൽ നമ്മൾ പക്ഷെ അസ്വസ്ഥരാകും. അവരോട് കയർക്കും, അവരെ ശാസിക്കും, ചിലപ്പോൾ പരിധി വിട്ട് ശിക്ഷിക്കും. എല്ലാ ശാഠ്യങ്ങളും ഒരു പരിധിവരെയും സ്നേഹത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ക്രിസ്തുയേശു എത്ര മാതൃകാപരമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. സംഭവം പറഞ്ഞ് എന്തിനാണ് പരത്തി സമയം കളയുന്നത്? തോമാസ് ശ്ലീഹ ഇല്ലാത്ത കൂട്ടത്തിലേക്ക് നമ്മുടെ കർത്താവിന്റെ ആഗമനം, പിന്നീട് അതറിഞ്ഞ തോമാസ് ശ്ലീഹായുടെ ഒരർത്ഥത്തിൽ നിഷേധമല്ലേ. ഞാനിതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, വിശ്വസിക്കണമെങ്കിൽ ഞാൻ നേരിട്ട് കാണും. അതൊരു വിശ്വാസത്തിന്റെ ഉറപ്പിനു വേണ്ടിയുള്ള പറച്ചിലും കൂടിയാണ്. പറച്ചിൽ മാത്രം പോരെന്നേ, വ്യക്തിപരമായ ചില അനുഭവങ്ങളും എനിക്കുണ്ടാവണം. തോമാസ് ശ്ലീഹായെ ഓർക്കുന്ന ഈ പുതുഞായറാഴ്ച ദിവസം നമുക്കും പ്രാർത്ഥിക്കാം, വ്യക്തിപരമായ ഒരു യേശു അനുഭവം എനിക്കും സ്വന്തമാകണമേ. ആമേൻ.